ഹിജാബ് എന്നത് തന്നെ അറിയാത്ത രീതിയിലാണ് പലപ്പോഴും ചാനലുകളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ആളുകൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് എന്ന് ചർച്ചകൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹിജാബ് എന്ന അറബി പദത്തിന് മറ എന്നാണ് അർത്ഥം. മറ സ്വീകരിക്കുന്നതിന് മറയ്ക്കൊക്കെ നമുക്ക് ഹിജാബ് എന്ന് പറയാവുന്നതാണ്. എന്നാൽ ഈ ഹിജാബ്, ഒരു മുസ്ലിം സ്ത്രീ സ്വീകരിക്കേണ്ട ഹിജാബ്, അതൊരു പിന്തിരിപ്പൻ വേഷമായും 6-ാം നൂറ്റാണ്ടിലെ ജനവിഭാഗത്തിന് ആ കാലഘട്ടത്തിലെ പരിസ്ഥിതിക്കനുസരിച്ച് ബാധകമാക്കിയൊരു വേഷമായിരുന്നു. അത് ഇന്നും കൊണ്ടു നടക്കുന്നവർ പിന്തിരിപ്പന്മാരാണ് എന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെയാണ് നമുക്ക് ചർച്ചകളിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഹിജാബ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സ്ത്രീ ആചരിക്കേണ്ട, അവർ സ്വീകരിക്കേണ്ട മറയാണ് ഹിജാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ നമസ്കാരം, ഹജ്ജ്, ഉംറ പോലെയുള്ള ആരാധനാ കർമ്മങ്ങളിൽ സ്വീകരിക്കേണ്ട വേഷവിധാനം എന്നതിലപ്പുറം ഒരു മുസ്ലിം സ്ത്രീ അവരുടെ ജീവിതത്തിൽ മറ്റു അന്യ പുരുഷന്മാർക്കിടയിൽ സ്വീകരിക്കേണ്ട വേഷമായിട്ട് ആളുകൾ അതിനെ കാണുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ചകൾ വീക്ഷിക്കുമ്പോഴും അതുപോലെ തന്നെ പൊതുവെയുള്ള മുസ്ലിങ്ങളുടെ സമീപനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ ഹിജാബ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അള്ളാഹു തആല നിയമമാക്കിയ ഒരു നിർദ്ദേശമാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഹ്സാബിലാണ് അതുമായി ബന്ധപ്പെട്ട വചനമുള്ളത്. അവിടെ അള്ളാഹു തആല പറഞ്ഞത്, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീൻ, നബിയെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് അതുപോലെ തന്നെ നിങ്ങളുടെ പെൺമക്കളോട് മറ്റു വിശ്വാസിനികളായ സ്ത്രീകളോടും നിങ്ങൾ പറയണം, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവർ അവരുടെ മൂടുപടങ്ങൾ അവരുടെ മുകളിലൂടെ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. ദാലിക അദ്നാ അൻ യുഅറഫ്, അവർ പരസ്പരം തിരിച്ചറിയാൻ അതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. വലാ യുദൈൻ, അവർ ആക്രമിക്കപ്പെടാതിരിക്കാനും സമൂഹത്തിലെ നിന്ന് അക്രമങ്ങൾ അവരുടെ മേലെ വരാതിരിക്കാനും ശല്യം ചെയ്യപ്പെടാതിരിക്കാനും അതാണ് അവർക്ക് നല്ലത്. വകാന അല്ലാഹു ഗഫൂറർ റഹീമ, അല്ലാഹു തആല പാപങ്ങൾ പൊറുക്കുന്നവരും കരുണാനിധിയുമാകുന്നു. ഈ വചനത്തിലൂടെയാണ് സ്ത്രീകൾ ഹിജാബ് ധരിക്കണമെന്ന നിയമം ഇസ്ലാമിൽ നിർബന്ധമാക്കുന്നത്. ചാനൽ ചർച്ചകൾ പരിശോധിക്കുമ്പോൾ ഇസ്ലാമിൽ ആകെ നിർബന്ധമുള്ളത് 5 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഇസ്ലാം കാര്യങ്ങളാണ്. അതല്ലാത്തതൊക്കെ ചോയ്സാണ്. ആളുകൾക്ക് ആവശ്യമെങ്കിൽ ആകാം, അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന രീതിയിലാണ് ആളുകൾ ഇതിനെയൊക്കെ സമീപിക്കുന്നത്.